നമസ്കാരം. ആഗോള അയ്യപ്പ സംഗമത്തിൽ കേരളത്തിന് പുറമെ മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം സർക്കാരുകൾക്ക് കേരള സർക്കാർ ക്ഷണം നൽകിയിരുന്നു. തമിഴ്നാട്ടിലെ സർക്കാരിന് പ്രതിനിധിയെ അയക്കണമെന്ന് പറഞ്ഞ് ക്ഷണം നൽകിയിരുന്നു. തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി സ്റ്റാലിനാണ് ഇതിൽ പങ്കെടുക്കേണ്ട, അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്ന വ്യക്തി. പക്ഷേ സ്റ്റാലിൻ പങ്കെടുക്കുന്നത് വലിയ പ്രതിഷേധമുണ്ടാക്കും എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി സ്റ്റാലിൻ തന്നെ പിന്മാറുകയായിരുന്നു. കേരളത്തിലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് സ്റ്റാലിനാണ് ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് എങ്കിൽ, അല്ലെങ്കിൽ സ്റ്റാലിൻ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് എങ്കിൽ അദ്ദേഹത്തെ പമ്പയിൽ തടയും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. സത്യത്തിൽ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ ഇത്തരത്തിലൊരു വലിയ ശക്തമായ എതിർപ്പ് ആദ്യമായി ഉന്നയിക്കുന്നത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ്. ആ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഈ പമ്പയിൽ തടയുമെന്ന പ്രഖ്യാപനം വന്നതോടുകൂടി പ്രതിഷേധത്തിൻ്റെ സ്വരം മനസ്സിലാക്കിയ സ്റ്റാലിൻ അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു. 2 പ്രതിനിധികളെ തമിഴ്നാട്ടിൽ നിന്നും ഈ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് അയക്കുകയുമായിരുന്നു. പക്ഷേ മറ്റൊരു സർക്കാരും ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് പ്രതിനിധികളെ അയക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കേരള സർക്കാരിൻ്റെ അഭ്യർത്ഥന അവരെല്ലാം അത് തിരസ്കരിക്കുകയും ചെയ്തു. അതായത് കേരള സർക്കാർ തന്നെ പറഞ്ഞതനുസരിച്ച് തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, മഹാരാഷ്ട്ര, ഗോവ എന്നീ 6 സംസ്ഥാനങ്ങളെ ആണ് ക്ഷണിച്ചിരുന്നത്. പക്ഷേ തമിഴ്നാട് ഒഴികെ ഒരു സംസ്ഥാനത്തു നിന്നും പ്രതിനിധികൾ എത്തിയിരുന്നില്ല. ഈ ജാള്യത മറക്കാൻ തീർച്ചയായിട്ടും ഇതൊരു വലിയ പരാജയം തന്നെയാണ്. ഒരു സർക്കാർ എന്ന നിലയിൽ ഇങ്ങനെ അവർ വിഭാവനം ചെയ്ത രീതിയിൽ ആഗോള അയ്യപ്പ സംഗമം, അയ്യപ്പ ഭക്തന്മാർ എത്തുന്ന ഈ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ പ്രതിനിധികളെ കണ്ടെത്താൻ സർക്കാരിന് കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു വലിയ പരാജയം തന്നെയായിരുന്നു. ഈ പരാജയം മറയ്ക്കാനായി സർക്കാർ കൊണ്ടുവന്ന ഒരു കത്തുണ്ട്. ആ കത്ത് മറ്റാരുടേതുമല്ല, യോഗി ആദിത്യനാഥിൻ്റെ ആശംസാ കത്താണ്. അതായത് ഇവിടുത്തെ BJPക്കാർ ഈ ആഗോള അയ്യപ്പ സംഗമത്തെ എതിർക്കുന്നുവല്ലോ എങ്കിലിതാ നിങ്ങളുടെ സ്റ്റാർ മുഖ്യമന്ത്രി തന്നെ യോഗി ആദിത്യനാഥ് BJPയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മുഖ്യമന്ത്രിയാണ്, ജനകീയനായ മുഖ്യമന്ത്രിയാണ്. ആ സംസ്ഥാനത്ത് മാത്രമല്ല ഇന്ത്യയിൽ എല്ലായിടത്തും അറിയപ്പെടുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. ഒരുപക്ഷെ ഭാവി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പോലും പാർട്ടി പരിഗണിച്ചേക്കാവുന്ന ഒരു മുഖം കൂടിയാണ് യോഗി ആദിത്യനാഥ്. അങ്ങനെയുള്ള ഒരു യോഗി ആദിത്യനാഥിൻ്റെ കത്ത്, ആശംസാ കത്ത് ആഗോള അയ്യപ്പ സംഗമത്തിന് ഇതാ ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജാള്യത മറയ്ക്കാൻ, മുഖ്യമന്ത്രിമാർ പങ്കെടുക്കാതിരുന്നതിൻ്റെ ജാള്യത മറയ്ക്കാനാണ് ഈ സംസ്ഥാന സർക്കാർ ശ്രമിച്ചത്. കേരളത്തിലെ BJP ഘടകം അറിയാതെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു കത്ത് സംസ്ഥാന സർക്കാരിന് ലഭിച്ചത് എന്ന ചോദ്യം വരാം. അത് തീർച്ചയായും നിസ്സാരമാണ്. കാരണം കേരളത്തിലെ സർക്കാർ ഔദ്യോഗികമായി ഉത്തർപ്രദേശ് സർക്കാരിന് ഒരു കത്തയക്കുന്നു. അതായത് ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നു, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ്, മുഖ്യമന്ത്രിയുടെ ആ ആശംസ ലഭിച്ചാൽ നന്നായിരുന്നു എന്ന് ഒരു അഭിപ്രായം അല്ലെങ്കിൽ അഭ്യർത്ഥന കത്ത് ദേവസ്വം വകുപ്പിൽ നിന്നും മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ യോഗി ആദിത്യനാഥിൻ്റെ ഓഫീസിലേക്ക് പോകുന്നു. തീർച്ചയായും അങ്ങനെ ഒരു കത്ത് ലഭിക്കുമ്പോൾ അതിന് ഔപചാരികമായി തന്നെ മറുപടി അയക്കാനും അതിനെല്ലാ വിജയാശംസകൾ നേരാനുമുള്ള പ്രൊഫഷണലിസം ഉത്തർപ്രദേശ് സർക്കാരിനുണ്ട്. അതുകൊണ്ടാണ് അവർ അങ്ങനെയൊരു കത്ത് കൊടുത്തത്. പന്തളത്ത് നടന്ന അയ്യപ്പ സംഗമത്തിലും യോഗി ആദിത്യനാഥിൻ്റെ ആശംസാ കത്ത് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശ് സർക്കാരിൽ നിന്നും ഇങ്ങനെ ഒരു പരിപാടിക്ക് ആശംസാ കത്ത് ലഭിക്കുക എന്നത് ഒരു വലിയ കാര്യമൊന്നുമല്ല. അത് പ്രത്യേകിച്ചും സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വകുപ്പിൽ നിന്നും അങ്ങനെ ഒരു അഭ്യർത്ഥന പോകുമ്പോൾ തീർച്ചയായും ഗവൺമെൻറ് ടു ഗവൺമെൻറ് എന്ന നിലയിൽ തീർച്ചയായും ഔപചാരികതയുടെ പേരിൽ ഒരു 100% പ്രൊഫഷണൽ സർക്കാർ എന്ന രീതിയിൽ അവർ ഒരു മറുപടി അയച്ചു വന്നു വരും. അതാണ് സംസ്ഥാന സർക്കാരിന് ലഭിച്ച ആശംസാ കത്ത്. ഇതാണ് വലിയ ഒരു കാര്യമായി ദേവസ്വം മന്ത്രി ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ എടുത്ത് പ്രദർശിപ്പിച്ചത്. പക്ഷേ വിഷയം അതല്ല. യോഗി ആദിത്യനാഥിൻ്റെ ആശംസ എങ്ങനെ കിട്ടി? അത് സ്വാഭാവികമായി സർക്കാരിന് നേടിയെടുക്കാവുന്നതുമാണ്. അതല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ ഇങ്ങനെ ഒരു കത്ത് സർക്കാർ എടുത്ത് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ മറ്റൊരു ചോദ്യം ഉയരുകയാണ്. കാരണം മാസങ്ങൾക്ക് മുമ്പാണ് ഉത്തർപ്രദേശിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു ആത്മീയ സംഗമം നടന്നത്. അത് മറ്റൊന്നുമല്ല, കുംഭമേളയായിരുന്നു. കുംഭമേളയിലേക്ക് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ജനങ്ങൾ പ്രവഹിച്ചിരുന്നു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള സനാതനധർമ്മ വിശ്വാസികളും സനാതനധർമ്മത്തെ ആരാധനയോടുകൂടി കാണുന്നവരുമെല്ലാം തന്നെ ആ സംഗമ ഭൂമിയിലെത്തി അവരുടെ പുണ്യസ്നാനം നിർവഹിച്ചു. കോടാനുകോടി ജനങ്ങളാണ് ആ കുംഭമേളയിൽ പങ്കെടുത്തത്.
കുംഭമേളയിൽ പങ്കെടുത്ത എല്ലാവർക്കും വളരെ കൃത്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ ഉത്തർപ്രദേശ് സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും വലിയ ഒരു ഭക്തജന സംഗമത്തിന് വേദി ഒരുക്കിയതിൻ്റെ പേരിൽ ഉത്തർപ്രദേശ് സർക്കാരിന് ലോക പുരസ്കാരങ്ങൾ വരെ ലഭിച്ചിട്ടുണ്ട്. ഈ കുംഭമേളയ്ക്ക് മുന്നോടിയായി കുംഭമേളയുടെ തയ്യാറെടുപ്പുകൾ നടക്കുമ്പോൾ ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ ഒരു ഉന്നതതല ഉദ്യോഗസ്ഥ സംഘം തന്നെ കേരളത്തിലെത്തി കേരള സർക്കാരുമായി ചർച്ച നടത്തിയിരുന്നു. നിങ്ങൾ ഈ കുംഭമേളയിൽ പരിപാടിയുമായി സഹകരിക്കണം, കാരണം കേരളത്തിൽ നിന്നും ധാരാളം ആളുകൾ എത്താൻ സാധ്യതയുള്ള ഒരു മേളയാണ്. അവിടുത്തെ ധാരാളം സംസ്ഥാന സർക്കാരുകൾ അവരുടെ ടൂറിസം പ്രൊമോഷനും ഒക്കെ വേണ്ടിയിട്ട് ഈ കുംഭമേളയെ ഉപയോഗിക്കുന്നുണ്ട്. ഈ കേരള സർക്കാരും അത് പ്രയോജനപ്പെടുത്തണം, കുംഭമേളയുമായി എല്ലാവിധ സഹകരണവും നൽകണം എന്നൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് വളരെ ഔപചാരികമായി തന്നെ ഉത്തർപ്രദേശിൻ്റെ ഒരു ഉദ്യോഗസ്ഥ സംഘം കേരളത്തിൽ ഒന്നല്ല പലതവണ വന്ന് കേരളത്തിലെ സർക്കാർ പ്രതിനിധികളുമായി ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയ്ക്ക് ശേഷം കുംഭമേള വിജയിക്കട്ടെ എന്ന ആശംസ അർപ്പിച്ചുകൊണ്ട് ഉത്തർപ്രദേശ് സർക്കാരിന് പിണറായി വിജയൻ ഒരു കത്തെഴുതാനുള്ള മഹാമനസ്കത കാണിച്ചു. അത് മഹാമനസ്കതയൊന്നുമല്ല, നേരെ മറിച്ച് ഒരു പ്രൊഫഷണലിസമാണ്, ഒരു മുഖ്യമന്ത്രിയാണ് താൻ എന്ന് കാണിക്കേണ്ട ഒരു കാര്യമായിരുന്നു. അത് അദ്ദേഹം ചെയ്തില്ല എന്ന് മാത്രമല്ല, കുംഭമേളയെ അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളിൽ സർക്കാർ മൗനമായി പങ്കെടുക്കുക കൂടിയായിരുന്നു. കുംഭമേളയിൽ കേരള ടൂറിസത്തിൻ്റെ മാത്രമാണ് ഏതെങ്കിലും തരത്തിലുള്ള പ്രൊമോഷൻ മെറ്റീരിയൽ നമുക്ക് കാണാൻ സാധിക്കാതിരുന്നത്. പൂർണ്ണമായും കുംഭമേളയിൽ നിന്നും സംസ്ഥാന സർക്കാർ വിട്ടുനിന്നു എന്ന് മാത്രമല്ല, വളരെ ഔപചാരികമായും ഔദ്യോഗികമായും ഉത്തർപ്രദേശ് സർക്കാർ കേരള സർക്കാരിനെ വന്ന് കണ്ടപ്പോൾ അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് അന്ന് പിണറായി വിജയൻ സർക്കാർ കാണിച്ചത് എന്നോർക്കണം. പക്ഷേ ആ സമീപനമല്ല ഉത്തർപ്രദേശ് സർക്കാർ കാണിച്ചത് എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ ദേവസ്വം മന്ത്രി ഉയർത്തി കാണിച്ച യോഗി ആദിത്യനാഥിൻ്റെ കത്ത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.